വിദ്യാലയ ചുമരുകളിൽ വർണ്ണവിസ്മയം തീർത്ത് ആക്രിക്കട കൂട്ടായ്മ. മലപ്പുറം കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് ആക്രിക്കട. ഈ ആക്രിക്കടയിലെ ആക്രിക്കൂട്ടങ്ങൾ നിസ്സാരക്കാരല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഉൾപ്പെടെ ആക്രിക്കൂട്ടം നമ്മെ വിസ്മയപ്പെടുത്തുകയാണ്. കോവിഡ് കാലത്തെ വീട്ടിലിരുന്നുള്ള ബോറടി മാറ്റാനാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥിനി ആദിത്യയും തൃശൂരിലെ അനുവും തെരുവുകളിൽ നിന്ന് കുപ്പിയും മറ്റും പെറുക്കിയെടുത്ത് അവയിൽ വർണ്ണചിത്രങ്ങൾ വരച്ച് നേരം തള്ളി നീക്കിയത്. പിന്നീട് ഈ കുട്ടികൾ തീർത്തത് വർണ്ണവിസ്മയങ്ങളുടെ ആകാശം മുട്ടെ നിലകളുള്ള വലിയൊരു ആക്രിക്കട തന്നെയാണ്. ആദിത്യയും അനുവും അവരുടെ കൂടെ കൂടിയ ആക്രിക്കൂട്ടങ്ങളും ചേർന്നപ്പോൾ ഇന്ന് 350 പേരുള്ള കലാപ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മയായി മാറി ഈ ആക്രിക്കട. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തനം ഏകോപിപ്പിച്ച് 4 വയസ്സ് മുതൽ 74കാരൻ വരെയുള്ളവരുടെ ഈ കൂട്ടായ്മ കുട്ടികളെ വരയ്ക്കാനും പഠിക്കാനും പ്രോത്സാഹിപ്പിച്ച് 20ഓ 25ഓ പേരുള്ള സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കുട്ടികളുടെ വിദ്യാലയങ്ങളും അംഗൻവാടികളും കയറി ഇറങ്ങുകയാണ് ഇവർ. കുട്ടികൾക്ക് ചിത്രരചന, എംബോസിംഗ്, ക്ലേ മോഡലിംഗ് എന്നിവ സൗജന്യമായി അഭ്യസിപ്പിക്കുന്നതിന് പുറമെ കുട്ടികളെ പഠനമുറികളിലേക്ക് ആകർഷിക്കും വിധം വിദ്യാലയ ചുമരുകളിൽ വർണ്ണചിത്രങ്ങളാൽ മോടി പിടിപ്പിച്ച് പുതിയ പഠനാനുഭവങ്ങളിലേക്ക് അവരെ വരവേൽക്കുകയാണ് ഈ ആക്രിക്കൂട്ടം. പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി കാട്, നാട്, വിവിധ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിങ്ങനെയുള്ള വർണ്ണചിത്രങ്ങളാണ് എമൽഷൻ ഉപയോഗിച്ച് വരച്ചു വയ്ക്കുന്നത്. തുടർച്ചയായ 2 അവധി ദിനങ്ങൾ ഇവർ ഇതിനായി തെരഞ്ഞെടുക്കും. ദൂരെയെന്നോ അടുത്തെന്നോ നോക്കാതെ പാവപ്പെട്ട കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ് ഇവരുടെ പരിഗണനയിൽ എത്തുക. തളിക്കുളം കൈതക്കൽ SNK LP സ്കൂൾ ചുമരുകളിലാണ് കഴിഞ്ഞ 21, 22 തീയതികളിൽ ഇവർ ആനയും മാനുകളും ആമയും മുയലും മത്സ്യവും ആപ്പിളും ചിത്രശലഭവും ക്യാരറ്റും ഒക്കെ ചിത്രങ്ങളായി വിരിയിച്ചത്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരെന്ന് പറയുന്നത് ആക്രിക്കട എന്നാണ്. ആക്രിക്കട എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ആക്രിക്കട എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാഴ്വസ്തുക്കൾ, നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആക്രി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിൽ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇപ്പം ഇതുമായിട്ട് നിൽക്കുന്ന നമ്മൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പം ഒരുപാട് കുട്ടികളുണ്ട് ഈ കലയെ പഠിക്കുക, അല്ലെങ്കിൽ അതിനെ അറിയുക, അതിൻ്റെ ഉള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിനെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് സഹായിച്ച്, ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. ഇതിൽ പല ഏജിൽപ്പെട്ടവർ, ഇപ്പം കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആർട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമാണ് ഈ ഒരു കൂട്ടായ്മ. വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരാണ് ആക്രിക്കട കൂട്ടായ്മയിൽ ഉള്ളവർ. കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ട ആദിത്യയും അനുവും പാരാമെഡിക്കൽ വിദ്യാർത്ഥികളാണ്. പഠനത്തിരക്കിനാൽ ഇരുവർക്കും തളിക്കുളത്തെ ക്യാമ്പിൽ എത്തിപ്പെടാനായില്ല. പെരിന്തൽമണ്ണയിലെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ശ്രീനി കാവിൽ, സുന്ദർ കൊല്ലം ഉൾപ്പെടെ പട്ടാമ്പിയിലെ KGCE വിദ്യാർത്ഥിനി നന്ദനയും, പെരിങ്ങാവ് AUP സ്കൂൾ അധ്യാപകൻ, കോഴിക്കോട്ട് രാമനാട്ടുകര സ്വദേശി അബിലാൽ, തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും ഫാമിംഗ് തൊഴിലാളിയുമായ കാർത്തിക, പാലക്കാട്ടെ ഡിഗ്രി വിദ്യാർത്ഥിനി വിസ്മയ ഉൾപ്പെടെയുള്ള 20 പേരാണ് ശനി ഞായർ ദിവസങ്ങളായി തളിക്കുളത്ത് ക്യാമ്പ് ചെയ്ത് പ്രതിഫലം പറ്റാതെ ചിത്രങ്ങൾ വരച്ച് അവർക്ക് പരിചിതരല്ലാത്ത നാട്ടുകാർക്ക് സമർപ്പിച്ച് മടങ്ങിയത്. ചിത്രരചന വർഷങ്ങളായി തുടരുന്നവരും തുടക്കക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ടതിനെ തുടർന്ന് എത്തിയവർക്ക് താമസ സൗകര്യവും വരയ്ക്കാനുള്ള പെയിന്റിംഗ് മാത്രമാണ് സ്കൂളിൽ നിന്ന് ലഭ്യമാക്കേണ്ടി വന്നത്. ഞങ്ങളുടെ 100ാം വാർഷികമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതിന് തുടക്കമിട്ടത്. അപ്പോൾ ഇങ്ങനെ ആക്രിക്കട എന്നുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ അവർ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രമാണിച്ച് SNK LP സ്കൂളിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ചാണ് ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അങ്ങനെ ആക്രിക്കട എന്ന പേരുള്ള ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത്. യാതൊരുവിധ ചാർജും ഈടാക്കാതെ ഇവർ ചിത്രങ്ങൾ വരച്ചു പോകുമ്പോൾ കുട്ടികൾക്ക് കൗതുക കാഴ്ചകൾക്ക് പുറമെ നാടിന് നന്മയുടെ വലിയ കലാസന്ദേശം കൂടിയാണ് നൽകുന്നത്. ഭാരവാഹികളായ സെക്രട്ടറി സുന്ദർ കൊല്ലം, പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലക്കാട്, ട്രഷറർ രാജേഷ് മാഹി, ജോയിന്റ് സെക്രട്ടറി രബിത്ത് പരപ്പനങ്ങാടി,
എന്നിവരാണ് ആക്രിക്കട കൂട്ടായ്മയിലെ ആക്രിക്കൂട്ടങ്ങളെ നയിച്ച് മുന്നോട്ടു പോകുന്നത്.